വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിലും അതേപോലെ തന്നെ ഈ PM ശ്രീ നടപ്പാക്കുന്നതിലുമൊക്കെ മുൻ തീരുമാനങ്ങളിൽ നിന്നും തലയൂരുകയാണെന്ന സൂചനയാണ് മുഖ്യമന്ത്രി VD സതീശൻ നൽകുന്നത്. വിവാദമായതോടുകൂടി മദ്യത്തിന്റെ നികുതി ഇളവിലെ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി UDF-ന് വിട്ടു. UDF വിൽക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ വിൽക്കില്ല എന്നുള്ളതാണ് പുതിയ നിലപാട്. PM ശ്രീ പദ്ധതി നടപ്പാക്കുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നും കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിച്ചു എന്നത് പ്രതിപക്ഷത്തിന്റെ കുപ്രചാരണം മാത്രമാണെന്നുമാണ് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം സതീശൻ വ്യക്തമാക്കിയത്. സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് പ്രതിപക്ഷം കോപ്പുകൂട്ടുമ്പോൾ വിവാദ തീരുമാനങ്ങളിൽ മുഖ്യമന്ത്രി നിലപാട് മയപ്പെടുത്തുന്നു. നമ്മൾ പരിശോധിക്കുന്നു ന്യൂസ് ആംഗിൾ. വിശകലനങ്ങളുമായി അനുരു അശോകനാണ് എനിക്കിപ്പം ഉള്ളത്. അനുരു, ഗുഡ് മോർണിംഗ്. നിരവധി വിവാദങ്ങൾ. ഈ വിവാദങ്ങളിലൊക്കെ മുഖ്യമന്ത്രി ഇന്നലെ വരെ മൗനം തുടരുകയായിരുന്നു. ഇന്നലെ നിയമസഭയിൽ എല്ലാത്തിനും അദ്ദേഹം ഉത്തരം പറഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീര്യം കൂടിയ മദ്യത്തിൻ്റെ നികുതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ബജറ്റിൽ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചു, പക്ഷെ അതിനെ UDF ചർച്ച ചെയ്യട്ടെ, UDF തീരുമാനിക്കട്ടെ. UDF-ന് അങ്ങനെ ഒരു തീരുമാനമില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകില്ല എന്നൊരു ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകിയത്. പക്ഷേ അപ്പോഴും നമുക്കറിയാവുന്ന പോലെ ഇന്നലെ മുൻ ധനമന്ത്രി KN ബാലഗോപാൽക്ക് ഒരു ക്രമപ്രശ്നം ഉന്നയിച്ചതാണ്. കാരണം ഇത് ബജറ്റിൽ വന്നൊരു കാര്യം, അത് പിന്നീട് എങ്ങനെയാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു. പക്ഷെ അതിന് മുഖ്യമന്ത്രി മറുപടിയൊന്നും പറഞ്ഞില്ല. അടുത്ത ദിവസങ്ങളിൽ ധനബില്ലൊക്കെ വരാൻ പോവുകയാണ്. അപ്പം ആ ഒരു ഘട്ടത്തിൽ ഈ വിഷയത്തിൽ എങ്ങനെയാകും UDF-ൽ ചർച്ച ചെയ്യുക എന്ന കാര്യത്തിൽ സംശയങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് UDF-ൽ നടക്കുന്ന ചർച്ചകളും വിശകലനങ്ങളും വേണം. ഈ മറ്റൊന്ന് PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത് കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട് പോയി, ഇനിയിപ്പോൾ നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ എന്തിനു ഒപ്പിട്ടു, അതുകൊണ്ടാണല്ലോ നമുക്കൊരു തുടർ നടപടി ചെയ്യേണ്ടി വന്നത് എന്ന കാര്യം മുഖ്യമന്ത്രി വീണ്ടും പ്രതിപക്ഷത്തോട് ചോദിക്കുകയാണ്. ശരിയാണ്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് PM ശ്രീയിൽ ഒപ്പിട്ടിരുന്നു, പക്ഷേ പിന്നീട് മുന്നണിയിലെ എതിർപ്പ് കാരണം അത് മരവിപ്പിച്ചതാണ്. അപ്പോഴും ആ ഒപ്പിട്ട കാര്യം അവിടെയുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ PM ശ്രീ വിഷയത്തിൽ മുൻ സർക്കാരിന് മേൽ പാപഭാരം മുഴുവൻ ചുമത്തി അതിൽ നിന്നും എസ്കേപ്പ് ആവാനുള്ളൊരു നീക്കം, മറ്റൊന്ന് മുന്നണിക്ക് മേൽ ഈ കാര്യങ്ങളൊക്കെയും ഇട്ട് ഇനിയിപ്പം മുന്നണി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് U-ടേൺ അടിക്കാതെ മദ്യനയത്തിൽ നിന്നും തലയൂരാനും, ഈ രണ്ട് കാര്യങ്ങളാണോ മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ വിവാദങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ് അനു? ചെയ്തു. തീർച്ചയായിട്ടും പ്രതിപക്ഷ സ്ഥാനത്തിരുന്നപ്പോൾ, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VD സതീശൻ എന്താണോ പറഞ്ഞത്, ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അതിൽ നിന്ന് പലതവണ അദ്ദേഹം U-ടേൺ അടിക്കുന്നതാണ് രാഷ്ട്രീയ കേരളം കണ്ടത്. അതിൽ പ്രധാനമായിട്ടും രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് മദ്യനയത്തിൻ്റെ കാര്യത്തിലും, ഒന്ന് PM ശ്രീ പദ്ധതിയിലും. മുൻ ഇടത് സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളിൽ, അവരുടെ വികസന പ്രവർത്തനങ്ങളിലടക്കം ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഇത്തരത്തിലൊരു ബദൽ നയം കൊണ്ടുവരികയും ചെയ്തതിന് ശേഷമാണ് ജനങ്ങൾ VD സതീശനെ 102 സീറ്റുകളുമായി അധികാരത്തിലേറ്റിയത്. എന്നാൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് LDF സർക്കാർ എവിടെയാണോ തുടങ്ങി വെച്ചത്, എവിടെയാണോ അവസാനിപ്പിച്ച് നിർത്തിയത്, അതിൻ്റെ തുടർച്ചയെന്നുള്ളതാണ് ഇപ്പോൾ VD സതീശൻ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ മദ്യനയത്തിൻ്റെ വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാലും LDF സർക്കാരാണ് ഇത്തരത്തിൽ വീര്യം കുറഞ്ഞ ഒരു മദ്യം എന്നുള്ള പദ്ധതി കൊണ്ടുവന്നിരുന്നെങ്കിൽ അവർ നികുതി നിശ്ചയിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ VD സതീശൻ ചെയ്തിരിക്കുന്നത് മുന്നണിയിൽ ആലോചിക്കാതെ, പാർട്ടിയിൽ ആലോചിക്കാതെ, എന്തിന് മന്ത്രിസഭയിൽ പോലും ആലോചിക്കാതെ, വകുപ്പ് മന്ത്രിയോട് പോലും ആലോചിക്കാതെയാണ് ഇത്തരത്തിൽ ബഡ്ജറ്റിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഒരു നികുതി കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇത് നിയമസഭയിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം ആ നിലപാടിൽ നിന്ന് അല്പം പിന്നോക്കം പോയിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇത് UDF വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കും, അങ്ങനെയാണെങ്കിൽ ഈ നികുതിയായിരിക്കും, അല്ലെങ്കിൽ UDF തീരുമാനിച്ചാൽ ഈ മദ്യം വിൽക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന നിലപാട്. അതുപോലെ തന്നെ PM ശ്രീയിൽ LDF സർക്കാർ ഈ ഒരു വിഷയത്തിൽ നടപ്പാക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഒരു താൽക്കാലികമായി മരവിപ്പിച്ച് നിർത്തിയെങ്കിലും ഈ UDF സർക്കാർ പറയുന്നത് ഇപ്പോൾ നിലവിൽ LDF സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ മെയ് 8-ന് പോലും കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതിയിൽ എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് അയച്ചതാണ്. എന്നാൽ ഈ കത്തിന് പോലും നിലവിൽ ഇതുവരെയായിട്ടും UDF സർക്കാർ ഈ പദ്ധതി നടപ്പാക്കി
നടപ്പിലാക്കില്ല എന്നൊരു മറുപടി നൽകിയിട്ടില്ല. ഇന്നലെ ഈ വിഷയത്തിൽ സംസാരിച്ച നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിൽ സംസാരിച്ച പൊതുവിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ ആണെങ്കിൽ പോലും PM-ശ്രീ പദ്ധതി നടപ്പിലാക്കില്ല എന്നൊരു വാക്ക് അവിടെ സഭയിൽ പറഞ്ഞിട്ടുമില്ല. കുഞ്ഞാലിക്കുട്ടി അടക്കം ഈ വിഷയത്തിൽ ഉപസമിതി എന്ത് നിലപാട് അറിയിക്കുമെന്ന് നോക്കട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ നമ്മൾക്ക് കാണേണ്ടത് PM-ശ്രീ വിഷയത്തിൽ മുൻ സർക്കാർ എന്താണോ നിലപാട് സ്വീകരിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ട് എന്നുള്ളതാണ്. കാരണം UDF സർക്കാർ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കിയേ കഴിയൂ എന്നുള്ള നിലപാടിലാണ്. നമുക്കറിയാം LDF-ൽ CPI ഉയർത്തിയ പ്രതിരോധം പോലും ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാണേണ്ടത്. കാരണം നമുക്കറിയാം VD സതീശൻ ഒരുപാട് സ്വപ്ന പദ്ധതികളാണ് കേരള സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് നേരത്തെ ആണെങ്കിലും ബഡ്ജറ്റിലൂടെ ആണെങ്കിലും. അപ്പോൾ ഇത്തരം പദ്ധതികൾക്ക് പണം ആവശ്യമാണ്. ഈ പണം കണ്ടെത്തുന്നതിന് ഇത്തരത്തിലുള്ള PM-ശ്രീയിലൂടെ ഏകദേശം 1456 കോടി കേരളത്തിന് കിട്ടാനുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കണമെങ്കിലും പ്രിയദർശിനി ബസ്സുകൾ സർവീസുകളിൽ സ്ത്രീകൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ പ്രതിവർഷം 800 കോടിയോളം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം സമ്പത്ത് കിട്ടണമെങ്കിൽ, ഒരു വരുമാനം കിട്ടണമെങ്കിൽ ഈ പദ്ധതികൾ നടപ്പിലാക്കിയാലേ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് VD സതീശൻ അറിയാം. പക്ഷേ ഇവിടെ ഒരു എതിർപ്പ് ഈ മദ്യനയത്തിന്റെ കാര്യത്തിലും PM-ശ്രീ വിഷയത്തിലും ഒക്കെ ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞു. ഇതിൽ മദ്യനയം UDF ചർച്ച ചെയ്യട്ടെ എന്ന നിലപാട്. പക്ഷേ PM-ശ്രീ വരുമ്പോൾ അത് കഴിഞ്ഞ സർക്കാരിന്റെ മേൽ തന്നെ പഴിചാരി മുന്നോട്ട് പോവുകയാണ്, പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ. അത്